മേലൂരിൽ വൻ പ്രതിഷേധം. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഇന്ന് നാടകീയ സംഭവങ്ങളാണ് ഏലൂരിൽ അരങ്ങേറിയത്. മത്സ്യകർഷകർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് ചത്ത മീനുകളെ വലിച്ചെറിഞ്ഞു. നഷ്ടം കണക്കാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയറിന്റെ ഉറപ്പിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. മത്സ്യക്കുരുതിക്ക് കാരണം അധികൃതരുടെ ഗുരുതര അനാസ്ഥയാണ് എന്നാണ് ഉയരുന്ന ആക്ഷേപം. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് ഇതാദ്യമല്ല. ഈ വർഷം മാത്രം 9 തവണയാണ് പെരിയാറ്റിൽ മത്സ്യങ്ങൾ ചത്തത്. പക്ഷേ ഇത്തവണ ചത്തുപൊങ്ങിയതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡും വ്യവസായ വകുപ്പും ജില്ലാ ഭരണകൂടവുമെല്ലാം ഇതിന് ഒരുപോലെ ഉത്തരവാദികൾ. പരസ്പരം പഴിചാരി ആർക്കും എങ്ങോട്ടും രക്ഷപ്പെടാനാകില്ല. പെരിയാറ്റിൽ മത്സ്യം ചത്തുപൊങ്ങുമ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് ചോദ്യം. റെഗുലേറ്ററി ബ്രിഡ്ജിന്റെ ഷട്ടർ തുറന്നതും മത്സ്യം ചത്തുപൊങ്ങിയതൊന്നും അവർ അറിഞ്ഞതേയില്ല. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് ഏലൂർ റെഗുലേറ്ററി ബ്രിഡ്ജിന് സമീപം മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഉണ്ട് താനും. ഇതെന്തിനെന്ന ചോദ്യം ഉയരുന്നു. ഈ വർഷം ആദ്യം 20 കമ്പനികൾക്കാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പെരിയാറ്റിലേക്ക് മാലിന്യം തള്ളുന്നതിനെതിരെ നോട്ടീസ് നൽകിയത്. മാർച്ച് അവസാനത്തോടുകൂടി മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ടു. കമ്പനികളൊന്നും മറുപടി നൽകിയതുമില്ല. ആ മറുപടി ചോദിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് തയ്യാറായതുമില്ല. ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് ഓക്സിജന്റെ അളവാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന്. ആയിരത്തി 1998 ഇതിനു മുൻപ് പെരിയാറ്റിൽ ഇത്രയും വലിയ ഒരു മത്സ്യ ദുരന്തം സംഭവിച്ചത്. അന്ന് 5 കോടിയിലധികം രൂപയുടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതായാണ് കണക്ക്. ഇത്തവണ കർഷകർ പറയുന്നതനുസരിച്ച് ഒരാൾക്ക് 20 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇവരെ സഹായിക്കാനോ ചേർത്തുപിടിക്കാനോ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാനോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന വിമർശനവും ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്നു. ഫിഷറീസ് വകുപ്പ് റിപ്പോർട്ട് ചോദിച്ചത് മാത്രമാണ് ആകെയുള്ള ഒരു ആശ്വാസം. കർഷകരെ ചേർത്തുപിടിക്കുമെന്ന് പറയുന്ന ഒരു സംസ്ഥാനത്താണ് മത്സ്യ കർഷകർ സർക്കാർ സംവിധാനത്തിന്റെ വീഴ്ച കാരണം പെരുവഴിയിലായത്. പെരിയാറുമായി ബന്ധപ്പെട്ട് ഗ്രീൻ ട്രിബ്യൂണൽ ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചിരുന്നു. 2023 ഒക്ടോബറിന് മുൻപ് പെരിയാറിലേക്ക് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പൈപ്പുകളും കുഴലുകളും എടുത്തു മാറ്റണമെന്ന്. ഒപ്പം തീരത്തുള്ള വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഡിസ്ചാർജ് മാലിന്യങ്ങളുടെ കാര്യത്തിൽ പാലിക്കണമെന്ന്. 2 വർഷത്തിനിപ്പുറവും ഈ ഉത്തരവ് പാലിക്കപ്പെട്ടിട്ടില്ല. ആരോട് പറയാനാണ്, ആര് കേൾക്കാനാണ്? ഒരു കാര്യം മാത്രം പറഞ്ഞു വെക്കാം. പെരിയാർ സംരക്ഷിക്കപ്പെടേണ്ടത് ജനങ്ങളുടെയും നദികളുടെയും ആവശ്യമാണ്. നല്ല നാളേക്ക് നദികൾ അനിവാര്യമാണ്. കൊച്ചിയിൽ നിന്ന് അരുണും സച്ചിനുമൊപ്പം വിഷ്ണു സുരേഷ്, 24.